Good morning. Okay, നമ്മുടെ ഇന്നലെ CSSD ആയിരുന്നു എടുത്തത്. ഓക്കെ, എന്തായിരുന്നു CSSD ഫുൾ ഫോം? ഫുൾ ഫോം എന്തായിരുന്നു CSSD എന്ന് പറഞ്ഞാല്? ഓർക്കുന്നുണ്ടോ? എന്താണ് CSSD ഫുൾ ഫോം? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അതിനകത്ത് എന്ത് പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത് ആ ഡിപ്പാർട്ട്മെന്റില്? സ്റ്റെറിലൈസേഷൻ ആണല്ലേ. ഓക്കെ, ഐറ്റംസ് ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഉപയോഗിക്കുന്ന ഐറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നു അല്ലെ. ആ പ്രോസസ്സാണ് നമ്മള് ഈ CSSD ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്തൊക്കെയായിരുന്നു? എന്തൊക്കെയായിരുന്നു ഫങ്ഷൻസ്? കുറച്ച് ഫങ്ഷൻസ് നമ്മൾ ഒരു 7 ഫങ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഏതൊക്കെയായിരുന്നു? സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽസ്, പിന്നെ അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ അല്ലെ. ഓക്കെ, പിന്നെ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത് തടയുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അതിനുള്ള നടപടിക്രമങ്ങൾ, ക്രോസ് ഇൻഫെക്ഷൻ അല്ലെ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വൈറസ് അതുപോലെ ബാക്ടീരിയ പോലുള്ളവ പകരുന്നതിനെയാണ് നമ്മള് എന്തെന്ന് പറയുന്നത്? ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അത് തടയുന്നതിന് വേണ്ടതായിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കുകയും അത് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഇൻഫെക്ഷൻ റിഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരു സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് CSSDയിലേക്ക് വരുന്ന ഓരോ എക്യുപ്മെന്റിന്റെയും ഇൻവെന്ററി അല്ലെ, ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ എന്താണ് ക്ലീൻ ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ്, സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള ഓരോ ഐറ്റംസിന്റെയും റെക്കോർഡിങ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ഓക്കെ, ഇത്രയും വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇത്രയും വരെ എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, ചിത്ര GM HRM ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ? HRM 6 ബാച്ചില് ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ, ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കാം. എന്താണ് ഡിസൈനിങ് ഓഫ് എ CSSD? ഓക്കെ, ഓരോ ഡിപ്പാർട്ട്മെന്റും നമ്മളിപ്പോ എമർജൻസി കഴിഞ്ഞ ക്ലാസ്സിൽ ആദരമിസ് എടുത്തു അല്ലെ. അവിടെ എന്താണ് നമ്മൾ ഡിസൈനിങ്, അതിന്റെ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓരോരോ ഡിപ്പാർട്ട്മെന്റ് പഠിക്കുമ്പോഴും നമ്മൾ എന്താണ് അതിന്റെ ഡിസൈനിങ് എങ്ങനെയാണ്, ലൊക്കേഷൻ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇത് CSSDക്കും എന്തുണ്ട്, ലൊക്കേഷൻ എങ്ങനെയാണ്, അതിന്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പഠിക്കാനുണ്ട്. അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് അതാണ് ഡിസൈനിങ് ഓഫ് എ CSSD. നമുക്ക് നോക്കാം. Size and location of CSSD differs according to hospital management. CSSDയുടെ ലൊക്കേഷനും അതുപോലെ തന്നെ ഈ സൈസ് ആയാലും ലൊക്കേഷൻ ആയാലും ഓരോ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനനുസരിച്ച്
ഡിഫറെന്റ് ആയിരിക്കും. It should be located as near as possible to OT, A&D department and what? എന്താണ് A&D department എന്ന് പറയുന്നത്? A&D department എന്താ? A&E ഡിപ്പാർട്ട്മെന്റിന്റെ ഫുൾ ഫോം എന്താണ്? ഓക്കെ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ, OT എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്റർ, അതുപോലെ A&D ഡിപ്പാർട്ട്മെന്റ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, വാർഡ്, ഇവയുടെയൊക്കെ അടുത്തായിരിക്കണം, തൊട്ടടുത്തായിരിക്കണം എന്തിന്റെ ലൊക്കേഷൻ വരേണ്ടത്? CSSDയുടെ ലൊക്കേഷൻ വരേണ്ടത്. The CSSD outline should be decided in a unidirectional flow. Okay, അപ്പൊ CSSDയുടെ ലേഔട്ട്, രൂപരേഖ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? യൂണി ഡയറക്ഷണൽ ഫ്ലോയിലാണ്. യൂണി ഡയറക്ഷണൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായിരിക്കാം യൂണി ഡയറക്ഷണൽ എന്ന് പറഞ്ഞാല്? എന്താ മീനിങ് വരുന്നത്? യൂണി ഡയറക്ഷണൽ എന്തായിരിക്കാം? വെരി ഗുഡ്, ഒരേ ഡയറക്ഷൻ അല്ലെ, ഒരു സിംഗിൾ ഫ്ലോയിലാണ് അതിന്റെ ഡയറക്ഷൻ പോകുന്നത്. ഓക്കെ, അപ്പോ CSSDയുടെ അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. CSSDയുടെ ലേഔട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്? രൂപരേഖ എന്ന് പറഞ്ഞാല് യൂണി ഡയറക്ഷണൽ ഫ്ലോയിലാണ് അത് പോകുന്നത്. In multi-story buildings, CSSD may be formed in the lower floor right under the OT, where perpendicular movement will be the shift possible movement of material. ഇവിടെ പറയുന്നത് നമുക്കറിയാം, ഇപ്പോഴുള്ള ഹോസ്പിറ്റലൊക്കെ ഒരു നില, അതൊക്കെയാണോ? ഒരു നിലയിലല്ലേ, മൾട്ടി സ്റ്റോർഡ്. നമുക്കറിയാം എന്താണ്, 2-3 നിലകളുള്ള ഹോസ്പിറ്റലുകളാണ്. അപ്പോ അങ്ങനെ വരുമ്പോ അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മൾട്ടി സ്റ്റോർഡ് ബിൽഡിങ്സ് ആകുമ്പോ ഇപ്പോഴുള്ള ഹോസ്പിറ്റലുകള് 2, 3, 4 നിലകളുള്ള ഹോസ്പിറ്റലുകളാണ്. അതുകൊണ്ട് തന്നെ CSSD എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? അതിന്റെ ലൊക്കേഷൻ വരുന്നത് എങ്ങനെയായിരിക്കണം? ഓപ്പറേഷൻ തിയേറ്ററിന്റെ തൊട്ട് അടിയിലായിരിക്കണം CSSD വരേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്? ഓപ്പറേഷൻ തിയേറ്ററുകളിലാണ് നമ്മൾ കൂടുതലായിട്ടും എക്യുപ്മെന്റ്സുകൾ യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പോ ഒരാൾക്ക് ഉപയോഗിച്ച എക്യുപ്മെന്റ് മറ്റൊരാൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും നമ്മള്? വേഗം തന്നെ CSSD ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്ന് അത് ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് മറ്റൊരാൾക്ക് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് വേഗം തന്നെ സിറ്റ് എന്ന് പറഞ്ഞാല് വേഗത്തില് ആ മെറ്റീരിയൽസിനെ മൂവ്മെന്റിന് കൊണ്ടുപോകുന്നതിന് വേണ്ടതായിട്ടുള്ള ഒരു മെറ്റീരിയൽസ് കൊണ്ടുപോകാൻ വേണ്ടതായിട്ടുള്ള ഒരു വേ, അല്ലെങ്കിൽ എന്താണ് അത് കൊണ്ടുപോകാനായിട്ട് CSSD എവിടെ വരണമെന്നാണ് പറയുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിന്റെ തൊട്ട് അടിയിലായിരിക്കണം സ്ഥാപിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോ അതാണ് അവിടെ പറയുന്നത്. CSSD may be formed in the lower floor right under the OT. ഓപ്പറേഷൻ തിയേറ്ററിന്റെ തൊട്ട് അടിയിലായിട്ട്, പെർപെൻഡിക്കുലർ മൂവ്മെന്റ് എന്ന് പറഞ്ഞാല് കുത്തനെ ലംബമായിട്ടുള്ള. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്ററിന്റെ തൊട്ട് അടിയിലായിട്ട് വേണം CSSD സ്ഥാപിക്കാനായിട്ട്. കാരണം എന്താണ്? വേഗം തന്നെ ആ സിറ്റ് ചേഞ്ച്, ആ മൂവ്മെന്റിന്, ആ സിറ്റ് ആയിട്ട് വേഗം തന്നെ ആ മെറ്റീരിയൽസ് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ CSSD എന്ത് ഓപ്പറേഷൻ തിയേറ്ററിനെ തൊട്ട് അടിയിലായിട്ട് വരണമെന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം, ജനറൽ CSSD ഡിസൈൻ കൺസെപ്റ്റ്. ആ ചിത്രം ഒന്നുകൂടി മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. നമ്മൾ പഠിച്ചല്ലേ എന്താണ് CSSDയുടെ ലേഔട്ട്, രൂപരേഖ എങ്ങനെയായിരിക്കണം എന്നാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? യൂണി ഡയറക്ഷണൽ ഫ്ലോ അല്ലെ, സിംഗിൾ ഫ്ലോയില് അല്ലെങ്കിൽ ഒരേ ഡയറക്ഷനിലായിരിക്കണം പോകേണ്ടത് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ നോക്കിയേ, നിങ്ങൾ ആ ചിത്രം നോക്കിയേ, അവിടെ ഓരോരോ സോണുകളുണ്ട്. 3 രീതിയിലുള്ള സോണുകളാണ് കൊടുത്തിരിക്കുന്നത്.
അതിന്റെ അവിടെ എന്താണ് ഏരോ മാർക്കുകൾ കൊടുത്തിട്ടുണ്ടല്ലേ. എങ്ങനെയാണ് ആ ഏരോ മാർക്ക് പോകുന്നത്? എങ്ങനെയാണ് ചിത്രം കാണാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയാണ് ഏരോ മാർക്ക് എങ്ങനെയാ പോകുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണോ പോകുന്നത്? അല്ല, ഒരേ ഡയറക്ഷനിലാണ് അല്ലെ പോകുന്നത്. സെയിം ആയിട്ടുള്ള ഡയറക്ഷൻ അല്ലെ, ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ അവിടെ അല്ലെ ഡിസൈൻ ഓഫ് CSSD പറഞ്ഞത്. CSSDയുടെ രൂപരേഖ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? യൂണി ഡയറക്ഷണൽ ഫ്ലോയിലാണ്. അത് തന്നെയാണ് അവിടെയും കൊടുത്തിരിക്കുന്നത് അല്ലെ. നമുക്ക് നോക്കാം. ഫസ്റ്റ് സോൺ എന്താണ്? സോയിൽഡ് സോൺ ഉണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? ക്ലീൻ സോൺ ഉണ്ട്. പിന്നെ വരുന്ന സോൺ ഏതാണ്? സ്റ്റീറൈൽ സോൺ അല്ലെ. അപ്പോ ആദ്യം ഓപ്പറേഷൻ തിയേറ്റർ എടുക്കാൻ. നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു പേഷ്യന്റിന് ഉപയോഗിച്ച ഒരു എക്യുപ്മെന്റ് ആദ്യമായിട്ട് കൊണ്ടുവന്ന് വെക്കുന്നത് ഏത് സോണിലായിരിക്കും? ഏത് സോണിലായിരിക്കും? സ്റ്റീറൈൽ സോണിലായിരിക്കോ, അല്ലെങ്കിൽ ക്ലീൻ സോണിലായിരിക്കോ, അല്ലെങ്കിൽ സോയിൽഡ് സോണിലായിരിക്കോ? വെരി ഗുഡ്, സോയിൽഡ് സോണിലായിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്? സോയിൽഡ് സോണിലുള്ള ഐറ്റംസ് എന്താണ്? മലിനമായിട്ടുള്ള ഐറ്റംസ് ആണ് സോയിൽഡ് സോണില് ഉണ്ടാകുന്നത്. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലീൻ സോണിലേക്ക് ഐറ്റംസ് കൊണ്ടുപോകുന്നു അല്ലെ. ഇനി നോക്കിയേ നിങ്ങൾ അവിടെ സോയിൽഡ് സോണിന്റെയും ക്ലീൻ സോണിന്റെയും നടുക്ക് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്താണത്? കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ ക്ലിയർ ആയിട്ട്? എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്? ബരിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് ബരിയർ എന്ന് പറയുന്നത്? എന്തായിരിക്കാം? എന്താണ് ബരിയർ കൊണ്ട് മീൻ ചെയ്യുന്നത്? തടസ്സം അല്ലെ. ബരിയർ എന്ന് പറഞ്ഞാൽ ഒരു തടസ്സം വെച്ചിട്ടുണ്ടല്ലേ അവിടെ. എന്തിനു വേണ്ടിയിട്ടാവാം അങ്ങനെ തടസ്സം വെച്ചിരിക്കുന്നത്? എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ് സോയിൽഡ് സോണിലും ക്ലീൻ സോണിന്റെയും നടുക്ക് ഇങ്ങനെയുള്ള തടസ്സങ്ങൾ വെച്ചിരിക്കുന്നത്? അതുപോലെ തന്നെ നിങ്ങൾ അടുത്ത ചിത്രം നോക്കിയേ. ക്ലീൻ സോൺ ഉണ്ട്, സ്റ്റീറൈൽ സോൺ ഉണ്ട്. അതിന്റെയും നടുക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ബരിയർ വെച്ചിട്ടുണ്ട് അല്ലെ. തടസ്സം വെച്ചിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ തടസ്സം വെച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാവാം? അറിയില്ല. ഓക്കെ, ആർക്കറിയില്ല? ഗസ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു സോയിൽഡ് സോണില് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പേഷ്യൻസിന് ഉപയോഗിച്ച മലിനമായിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അല്ലെ. ഇനി നേരെ ക്ലീൻ സോണിലോട്ട് പോകുമ്പോ എന്താണ്? ഐറ്റംസ് അവിടെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോ തടസ്സം വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലീൻ സോണിലെയും അതുപോലെ സോയിൽഡ് സോണിലെയും ഐറ്റംസ് മിക്സ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം എന്താണ് ക്ലീൻ സോണിലുള്ളത്? ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നതിന് അല്ലെ, ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ് അല്ലെ അവിടെ ഐറ്റംസ്. അതുപോലെ സോയിൽഡ് സോണിലുള്ളത് എന്താണ്? മലിനമായിട്ടുള്ളത്. ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടാവാം, ബ്ലഡുകൾ ഉണ്ടാവാം, അങ്ങനെ പലതരത്തിലുള്ള മലിനമായിട്ടുള്ള ഐറ്റംസ് ആയിരിക്കാം അവിടെയുള്ളത്. അപ്പൊ അത് രണ്ടും കൂടി മിക്സ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള തടസ്സം വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നോക്കി, ക്ലീൻ സോണില് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടാവും ഐറ്റംസ്. അതുപോലെ സ്റ്റീറൈൽ സോണിലാണെങ്കിലോ അണുവിമുക്തമാക്കിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ രണ്ട് ഐറ്റംസും കൂടി മിക്സ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെയും തടസ്സം വെച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ അതാണ് എന്ത് ജനറൽ CSD ഡിസൈൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഫ്ലോ പോകുന്നത് എങ്ങനെയാണ്? യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണ്. അണ്ടർലൈൻ ചെയ്യാട്ടോ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവര് നോട്ട് ചെയ്ത് വെക്കാം. CSSDയുടെ ലേ ഔട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് യൂണി ഡയറക്ഷണൽ ഫ്ലോയിലാണ്. അതുപോലെ തന്നെ അതിന്റെ ഫ്ലോ പോകുന്നത് എങ്ങനെയാണ്? ഒരു സിംഗിൾ ഫ്ലോയിലാണ്. അതാണ് അതിന് പറയുന്നത് കേട്ടോ. ഫ്ലോ പോകുന്നത് യൂണി ഡയറക്ഷണൽ ഫ്ലോ ആയതുകൊണ്ട് തന്നെ ഏരോ മാർക്ക് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഓരോ സോണിലും ഏതൊക്കെ സോണുകളാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം. ഒരേ ഡയറക്ഷൻ. ഫസ്റ്റ് സോണിൽ വരുന്നത് ഏതാണ്? സോയിൽഡ് സോൺ ആണ്. രണ്ടാമത് വരുന്ന സോൺ എന്ന് പറയുന്നത് ക്ലീൻ സോൺ ആണ്. തേർഡ് വൺ എന്ന് പറയുന്നത് സ്റ്റീറൈൽ സോൺ ആണ്. ക്ലിയർ ആയോ? ആ പിക്ചർ അതുപോലെ തന്നെ ഡിസൈൻ ഓഫ് CSSD എന്ന് പറഞ്ഞത് വായിച്ചു നോക്കിയും വായിച്ചു നോക്കാം കേട്ടോ.
ക്ലിയർ ആയെങ്കിൽ തമ്പിടാം കേട്ടോ. വായിച്ചു കഴിഞ്ഞിട്ട് മതി. ക്ലിയർ ആയെങ്കിൽ തമ്പിടാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. പ്ലാനിങ് ഓഫ് CSSD. ഓക്കെ, the materials or items from changed. എന്താണ് നമുക്കറിയാം, CSD ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊണ്ടുവരുന്ന ഐറ്റംസ് എന്താണ്? Tainted, മലിനമായിട്ടുള്ള അല്ലെ, അണുക്കളുള്ള ഐറ്റംസ് ആയിരിക്കും. And gel-free area should not get mixed. നമുക്കറിയാം എന്താണ്, നമ്മൾ ആ സോണുകൾ പഠിച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ എന്താണ്, നെക്സ്റ്റ് സെന്റൻസ് കൂടി വായിക്കാം. There should be physical fencing. Physical fencing എന്ന് പറഞ്ഞാല് തടസ്സം തന്നെയാണ് കേട്ടോ. തടസ്സം അല്ലെങ്കിൽ എന്താണ്, വേലി എന്നൊക്കെ പറയാം. അപ്പൊ ഒരു തടസ്സം വെച്ചിരിക്കുന്നുണ്ട് between soiled, clean and sterile zone, so that the risk of cross infection spread is reduced. അപ്പൊ നമ്മൾ കണ്ടു എന്താണ്, സ്റ്റെറൈൽ സോണിലും ക്ലീൻ സോണിലെയും ഐറ്റംസ് മിക്സ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു തടസ്സം ഫെൻസിങ് വെച്ചിട്ടുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? രണ്ടും കൂടി മിക്സ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇങ്ങനെ സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് മിക്സ് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വീണ്ടും ആ ഐറ്റംസ് അണുക്കളാകാനായിട്ട് അല്ലെ, ചേഞ്ച് ആവാനായിട്ട്, മലിനമാവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ഫെൻസിങ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു തടസ്സം സൃഷ്ടിക്കുന്നത് കൊണ്ട് തന്നെ എന്ത് നമുക്ക് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്? ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകുന്നത് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. The floor should be smooth, non-skid and powerful. ഇനി ആ CSDയുടെ ഫ്ലോറിന്റെ പ്രത്യേകതകളാണ് പറയുന്നത്. എന്തായിരിക്കണം? സ്മൂത്ത് ആയിരിക്കണം. അതുപോലെ നോൺ സ്കിഡ്. നോൺ സ്കിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്താണ് നോൺ സ്കിഡ് എന്ന് പറഞ്ഞാല്? നോൺ സ്കിഡ് എന്താണ്? സ്ലിപ്പായി പോകാത്ത രീതിയിലുള്ളത് അല്ലെ. ഓക്കെ, സ്കിഡ് എന്ന് പറഞ്ഞാല് എന്താണ്? തെന്നിപ്പോകുന്നത്. അപ്പൊ നോൺ സ്കിഡ് എന്ന് പറഞ്ഞാല് എന്താണ്? സ്ലിപ്പായി പോകാത്ത രീതിയിലുള്ള, തെന്നിപ്പോകാത്ത രീതിയിലുള്ള ഫ്ലോർ ആയിരിക്കണം. അതുപോലെ പവർഫുൾ ആയിരിക്കണം. The clean area should be sustained at a positive pressure. The area of work should be made of marble or granite or stainless steel. അപ്പൊ എന്താണ് ക്ലീനിങ് ഏരിയ എന്ന് പറയുന്നത്? ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ തരുന്ന രീതിയിലുള്ളതായിരിക്കണം. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ഐറ്റംസ് നമ്മൾ ക്ലീൻ ആക്കി സ്റ്റെറിലൈസ് ചെയ്ത് കൊടുക്കുന്ന ആ ഏരിയ, വർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? എന്തുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്? മാർബിള് കൊണ്ടോ അല്ലെങ്കിൽ ഗ്രാനൈറ്റ് കൊണ്ടോ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. The sterilization must be arranged for autoclaving by steam as well as by gas. ഇനി സ്റ്റെറിലൈസേഷൻ എന്താണ്? ഈ ഐറ്റംസുകൾ നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാവാം എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത് പറയുന്നത് എന്താണ്? സ്റ്റീം ആസ് വെൽ ആസ് ഗ്യാസ് അല്ലെ. സ്റ്റീം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റീം എന്തായിരിക്കണം? സ്റ്റീം എന്ന് പറയുന്നത് സ്റ്റീം എന്തായിരിക്കും? എന്താണ് സ്റ്റീം എന്ന് പറഞ്ഞാല്? ആവി അല്ലെ. ഒന്നില്ലെങ്കിൽ ആവിയിൽ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? ഗ്യാസ് ഉപയോഗിച്ച് നമുക്ക് ഐറ്റംസ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്യാസ് ഉപയോഗിച്ചും ഗ്യാസ് സ്റ്റെറിലൈസേഷനും ചെയ്യാം. ഇനി അവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഓട്ടോക്ലേവിംഗ്. എന്താണ് ഓട്ടോക്ലേവിംഗ് എന്ന് പറഞ്ഞാല്? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഓട്ടോക്ലേവിംഗ്? ഫെമിലിയർ ആണോ? ഇല്ല. ഓക്കെ, ഓട്ടോക്ലേവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്ന മെഷീനെയാണ് നമ്മൾ ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. മനസ്സിലായോ?
ഓട്ടോക്ലേവ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അടുത്ത പോർഷനിലൊക്കെ നമ്മൾ പഠിക്കും എന്താണ് ഓട്ടോക്ലേവ്, സ്റ്റീം സ്റ്റെറിലൈസേഷൻ എങ്ങനെയാണ് നടത്തുന്നത്, അതുപോലെ തന്നെ ഗ്യാസിൽ എങ്ങനെയാണ് സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്. അപ്പൊ ഇവിടെ ഇത്രമാത്രം ഒന്ന് ഓർത്ത് വെക്കാം. നമ്മള് ഐറ്റംസുകൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത് 2 രീതിയിലാണെന്നാണ് പറയുന്നത്. സ്റ്റീം സ്റ്റെറിലൈസേഷനും ചെയ്യുന്നുണ്ട്, അതുപോലെ ഗ്യാസ് സ്റ്റെറിലൈസേഷനും ചെയ്യുന്നുണ്ട്. സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീനാണ് എന്ത്, ഓട്ടോക്ലേവ്. ഓക്കെ, അപ്പൊ ഓട്ടോക്ലേവ് ഉപയോഗിച്ച് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നു, അതുപോലെ ഗ്യാസ് സ്റ്റെറിലൈസേഷനും ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? ആ പ്ലാനിങ് ഓഫ് CSD വരുന്നത് ക്ലിയർ അല്ലേ? ഇമ്പോർട്ടൻസ് എല്ലാം ഒന്ന് ഓർത്ത് വെക്കുക. നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓട്ടോക്ലേവിങ്ങിന്റെ കാര്യം പറയുന്നുണ്ട്, ഗ്യാസ് സ്റ്റെറിലൈസേഷനും പറയുന്നുണ്ട്. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഒരു ഫ്ലോ ചാർട്ട്, വർക്ക് ഫ്ലോ. CSDയിൽ നടക്കുന്ന വർക്ക് ഫ്ലോ ആണ് പറയുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്, റിസീപ്റ്റ്. അതെന്താണ് റിസീപ്റ്റ് എന്ന് പറയുന്നത്? നമ്മള് ഐറ്റംസ് റിസീവ് ചെയ്യുന്നുണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും. മലിനമായിട്ടുള്ള ഐറ്റംസ് എവിടേക്ക് റിസീവ് ചെയ്തെടുക്കുന്നുണ്ട്? CSD ഡിപ്പാർട്ട്മെന്റിലേക്ക് റിസീവ് ചെയ്യുന്നു. അതാണ് റിസീപ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? റിസീപ്റ്റ് ചെയ്യുന്നു അല്ലെ, റിസീവ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് നോക്കിയേ, റിൻസിങ് അല്ലെ. നമ്മളിപ്പോ വാഷിംഗ് മെഷീനിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, റിൻസിങ്, കഴുകുന്നത് അല്ലെ, വാഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം ഐറ്റംസ് നമ്മള് മലിനമായിട്ടുള്ള ഐറ്റംസ് റിസീവ് ചെയ്തെടുത്തു. അതെന്ത് ചെയ്തു? കഴുകി, വാഷ് ചെയ്തു. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലീനിങ് ചെയ്യുന്നുണ്ട് അല്ലെ. ക്ലീനിങ് ചെയ്യുന്നത് ഇപ്പോ നമുക്കറിയാം വലിയ ഐറ്റംസ് ഉണ്ടാവും, വലിയ രീതിയിലുള്ള ഐറ്റംസ് ഉണ്ടാവാം, ഒരു ചെറിയ ഐറ്റംസും ഉണ്ടാവാം അല്ലെ. അത് നമ്മുടെ ഡിറ്റർജന്റോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ബ്രഷുകൾ, ചെറുതും വലുതുമായിട്ടുള്ള ബ്രഷുകൾ ഉപയോഗിച്ചുകൊണ്ട്, ചിലപ്പോ ഇടയിലൊക്കെ ഇങ്ങനെ വേസ്റ്റുകൾ കയറിയിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, അത് ബുദ്ധിമുട്ടാണ് അല്ലെ. മറ്റു പേഷ്യൻസിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഐറ്റംസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വലുതും ചെറുതുമായ ബ്രഷുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മള് ക്ലീൻ ആക്കുന്നുണ്ട്. ഡിറ്റർജന്റും ബ്രഷുകളും ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ആക്കുന്നു. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് റിസീവ് ചെയ്തെടുത്തു, അതെന്ത് ചെയ്തു? വാഷ് ചെയ്തു. അതിനുശേഷം ഡിറ്റർജന്റും ബ്രഷുകളും ഉപയോഗിച്ച് ക്ലീൻ ആക്കി. പിന്നീട് എന്താണ്? ഡ്രൈയിങ്. എന്ത് ചെയ്തു? ഉണക്കി അല്ലെ, ഉണക്കി. അതിനുശേഷം എന്താണ്? ചെക്കിംഗ് ആൻഡ് ട്രേ അസംബ്ലി. ചെക്കിംഗ് ആൻഡ് ട്രേ അസംബ്ലി. സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വരുന്ന എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് ട്രേയിൽ തരംതിരിക്കുന്നു അല്ലെങ്കിൽ അസംബിൾ ചെയ്ത് വെക്കുന്നു. സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി ട്രേയിൽ അസംബിൾ ചെയ്ത് വെച്ചു. അതിനുശേഷം എന്താണ്? സ്റ്റെറിലൈസേഷൻ പ്രോസസ് ആണ് അല്ലെ, അണുവിമുക്തമാക്കുന്നതാണ് ചെയ്യുന്നത്. ആ പ്രോസസ്സ് നടത്തി. അതിനുശേഷം എന്താണ്? ലേബലിംഗ്. ഓക്കെ, ലേബലിംഗ്. ലേബലിംഗ് എന്ന് പറയുന്നത് എന്താണ്? എന്തായിരിക്കാം ലേബലിംഗ്? നമ്മളെ കുട്ടികൾക്കൊക്കെ എന്താണ്, ബുക്സില് അതുപോലെ അംബർല അല്ലെങ്കിൽ ബാഗിലൊക്കെ ലേബൽ ഒട്ടിച്ച് വെക്കും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് ലേബൽ ഒട്ടിക്കുന്നത്? കുട്ടിയുടെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അല്ലെ, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ ഓരോ ഐറ്റംസ് നമ്മൾ ലേബൽ ഒട്ടിച്ച് വെക്കും. സ്റ്റെറിലൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ലേബൽ ഒട്ടിച്ച് വെക്കും. അത് ലേബൽ ഒട്ടിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെയാണ് ലേബൽ ഒട്ടിക്കുന്നത്. എന്നാണ് സ്റ്റെറിലൈസേഷൻ ചെയ്തിരിക്കുന്ന ഡേറ്റ്, ഓക്കെ, എന്നാണ് സ്റ്റെറിലൈസേഷൻ ചെയ്ത ഡേറ്റ്. അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ട് എന്ന് വരെ ആ എക്യുപ്മെന്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആ 2 കാര്യങ്ങളാണ് ലേബൽ ഒട്ടിച്ച് വെക്കുന്നത്. സ്റ്റെറിലൈസേഷൻ ചെയ്തത് എന്നാണ്, അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ ചെയ്ത് കഴിഞ്ഞ് എത്ര ദിവസം വരെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് അവിടെ ലേബൽ ഒട്ടിക്കുന്നത്. ഇനി അതിനുശേഷം എന്താണ്? സ്റ്റോർ ചെയ്ത് വെച്ച് ലാസ്റ്റ് പോയിന്റ് എന്താണ്? ഇഷ്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും.
മനസ്സിലായോ? അപ്പൊ അതിന്റെ വർക്ക് ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? ആദ്യം റെസീപ്റ്റ് അല്ലെ, റിസീവ് ചെയ്തു, അത് നമ്മൾ എന്ത് ചെയ്തു? വാഷ് ചെയ്തു, ക്ലീൻ ചെയ്തു അല്ലെ. പല ഡിറ്റർജന്റുകളും പല തരത്തിലുള്ള ബ്രഷുകൾ യൂസ് ചെയ്ത്, ചെറുതും വലുതുമായിട്ടുള്ള ബ്രഷുകൾ യൂസ് ചെയ്തുകൊണ്ട് അത് ക്ലീൻ ചെയ്തു, ഉണക്കി, അതിനുശേഷം സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വന്നിരിക്കുന്ന ഐറ്റംസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് ട്രേയിൽ അസംബിൾ ചെയ്ത് വെച്ചു. പിന്നെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന് വേണ്ടി അത് ചെയ്തു, സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് ചെയ്തു. പിന്നീട് ആ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ലേബലിംഗ് ചെയ്തു. ലേബലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നാണ് സ്റ്റെറിലൈസേഷൻ ചെയ്തിരിക്കുന്നത്, ഏത് ഡേറ്റ് വരെ അല്ലെ, സ്റ്റെറിലൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര ദിവസം വരെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും, അതുപോലെ തന്നെ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു, അതിനുശേഷം അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് CSSD നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഫ്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ച്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചിലപ്പോ ഇത്രയൊന്നും തരില്ല, ഒരു 4-5 തന്നിട്ട് അത് കംപ്ലീറ്റ് ആക്കാനൊക്കെ പറയും. അപ്പോ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, കൃത്യമായിട്ട് പഠിക്കുക. റെസിപ്റ്റ് തുടങ്ങി ഇഷ്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ വരെ കൃത്യമായിട്ട് ആ ഫ്ലോ പഠിച്ചു വെക്കണം. ഇതിനകത്ത് കുറച്ച് ഡയഗ്രാംസ് പഠിക്കാനുണ്ട്, അപ്പൊ കൃത്യമായിട്ട് ഓരോ ഡയഗ്രാംസ് പഠിച്ചു വെക്കുക. വായിച്ചു നോക്കാം കേട്ടോ, വർക്ക് ഫ്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. നെക്സ്റ്റ് നോക്കിയാലോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഓർഗാനോഗ്രാം. ഓക്കെ, CSD ഡിപ്പാർട്ട്മെന്റിലെ ടോപ്പ് ടു ലോവർ ലെവൽ വരെയുള്ള ആരൊക്കെയാണെന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. നോക്കാം, ഓർഗാനോഗ്രാം നോക്കാം. CSSD ഫസ്റ്റ് പൊസിഷനിൽ ആരാണുള്ളത്? CSSD ഇൻചാർജ് ഓർ മാനേജർ ആണ് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. ഇനി മാനേജറിന് കീഴിൽ വരുന്നത് ആരാണ്? ടെക്നീഷ്യൻസ് ആണ് അല്ലെ. CSSD ടെക്നീഷ്യൻസ് ആണ്. അവർക്ക് കീഴിൽ വരുന്നത് CSSD അസിസ്റ്റന്റ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന് കീഴിൽ വരുന്നത് ക്ലർക്ക് ഓർ സ്റ്റോർ കീപ്പർ. അവർക്ക് കീഴിൽ ഏറ്റവും ലാസ്റ്റ് പൊസിഷനിൽ വരുന്നത് ആരാണ്? ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളാണ്. ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്നത് മാനേജർ ഓർ ഇൻചാർജർ ആണ്. പിന്നെ ടെക്നീഷ്യൻസ് വരും, അസിസ്റ്റന്റ് വരും, ക്ലർക്ക് ഓർ സ്റ്റോർ കീപ്പർ വരും. അതിനുശേഷം ലാസ്റ്റ് പൊസിഷനിൽ വരുന്നത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ഇതും ഓർത്ത് വെച്ച് പഠിക്കാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഈ നെക്സ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് പോലെ എന്താണ്? ഫങ്ഷണൽ ഏരിയാസ് അറ്റ് CSSD. ഫങ്ഷണൽ ഏരിയാസ്, ആദ്യം ഏത് ഏരിയയിലോട്ടാണ് ഐറ്റംസ് കൊണ്ടുവരുന്നത്, പിന്നെ രണ്ടാമത് ഏത് ഏരിയയിലോട്ട് പോകും, അങ്ങനെയുള്ള ഫ്ലോ ചാർട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ഫങ്ഷണൽ ഏരിയാസ്, അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഏരിയാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്? റിസീവിംഗ് ഏരിയയിലോട്ട് ഐറ്റംസ് കൊണ്ടുവരുന്നു, അത് എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ ക്ലീനിങ് ഏരിയയിലോട്ട് പോകുന്നു, പാക്കിംഗ് ഏരിയയിലോട്ട് പോകുന്നു, പിന്നീട് സ്റ്റെറിലൈസേഷൻ ഏരിയയിലോട്ട് കൊടുക്കുന്നു, അതിനുശേഷം സ്റ്റോറേജ് ചെയ്ത് വെക്കുന്നു സ്റ്റോറേജ് ഏരിയയില്. പിന്നീട് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലേക്ക് പോയിട്ട് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോ ഇവിടെ നോക്കിയ റിസീവിംഗ് ഏരിയ ഉണ്ട്, ലാസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഏരിയ ഉണ്ട്. ഐറ്റംസ് റിസീവ് ചെയ്യുന്നത് ഒരു റിസീവിംഗ് ഏരിയയിലുള്ള ഒരു വിൻഡോയിൽ കൂടിയാണ് റിസീവ് ചെയ്തെടുക്കുന്നത്. ഇനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ നിന്ന് തന്നെയല്ല, എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ ഒരു പ്രത്യേക വിൻഡോ ഉണ്ടാവും, അതിനകത്തു നിന്നാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ റിസീവ് ചെയ്യാനായിട്ട് ഒരു വിൻഡോ ഉണ്ടാവും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്
വേറൊരു വിൻഡോ ഉണ്ടാവും. അതൊന്ന് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, ഇനി ഓരോ ഏരിയയും പഠിക്കുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങള് പഠിച്ചു പോവാം. ക്ലിയർ ആണോ? ഫങ്ഷണൽ ഏരിയാസ് പറഞ്ഞത് റിസീവിംഗ് ഏരിയ ഉണ്ട്, ക്ലീനിങ് ഏരിയ ഉണ്ട്, അതുപോലെ എന്താണ് പാക്കിംഗ് ഏരിയ ഉണ്ട്, സ്റ്റെറിലൈസേഷൻ ഏരിയ ഉണ്ട്, അതുപോലെ നെക്സ്റ്റ് പറഞ്ഞത് സ്റ്റോറേജ് ഏരിയ, ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. എന്താണ് അവിടെ കമന്റ് വരുന്നത്? ക്ലിയർ അല്ലേ? വായിച്ചു നോക്കാം കേട്ടോ. സ്ലൈഡ് കാണാൻ പറ്റുന്നില്ലേ? എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണല്ലോ. ചിലപ്പോ നെറ്റിന്റെ വല്ല ഇഷ്യൂ ആയിരിക്കും, അതുകൊണ്ടായിരിക്കാം സ്ക്രീൻ കാണാത്തത്. ഫോണിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും കേട്ടോ. ക്ലിയർ ആയോ? കാണുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം റിസീവിംഗ് ഏരിയ. ഇനി റിസീവിംഗ് ഏരിയയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം എന്താണ്, ഐറ്റംസ് റിസീവ് ചെയ്യുന്നുണ്ട് അല്ലെ. നമുക്ക് നോക്കാം. ഐറ്റംസ് used from several departments of the hospital are transferred to CSSD for cleaning and sterilization. നമുക്കറിയാം ഓരോ ഹോസ്പിറ്റലിലും പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അവിടേക്ക് യൂസ് ചെയ്യുന്ന ഐറ്റംസ് വ്യത്യസ്ത തരത്തിലുള്ള ഐറ്റംസ് ആണ് അല്ലെ. ആ ഐറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ CSSD ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. Preferably, the items which get stained with the blood or body fluids should be decontaminated with the sodium hypochlorite solution in the user department itself before sending to CSSD. ഇവിടെ പറയുന്നത്, ഇപ്പോ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഓപ്പറേഷൻ തിയേറ്റർ എടുക്കാം. ഓപ്പറേഷൻ തിയേറ്ററില് നമ്മൾ ഒരു വ്യക്തിക്ക് ഒരു എക്യുപ്മെന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞ് നേരെ തന്നെ എന്താണ് CSD ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊണ്ടുവരില്ല. അവരെന്ത് ചെയ്യുന്നുണ്ട്? ആ ഡിപ്പാർട്ട്മെന്റില് അവിടെ നോക്കിയേ, sodium hypochlorite solution in the user department itself. എന്താ പറയുന്നത്? ആ ഐറ്റം അവിടെ വെച്ച് തന്നെ അവര് എന്ത് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അണുവിമുക്തമാക്കുന്നത്? സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ച് ആ ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് തന്നെ ഇത് ചെയ്യുന്നുണ്ട്, അണുവിമുക്തമാക്കുന്നു. എന്നിട്ടാണ് CSD ഡിപ്പാർട്ട്മെന്റിലേക്ക് മലിനമായ ഐറ്റംസ് എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത്. മനസ്സിലായോ? ഓക്കെ, ആ ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് തന്നെ അവര് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് അവിടെ വെച്ച് ക്ലീൻ ആക്കിയിട്ടാണ് CSDയിലോട്ട് കൊണ്ടുവരുന്നത്. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? ആക്സെപ്റ്റിംഗ് ഏരിയ ഓഫ് CSSD, റിസീവിംഗ് ഏരിയ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. ആക്സെപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്ന ഏരിയ. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? should have entry to outside through the window in the with a counter. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിസീവിംഗ് ഏരിയയിലോട്ട് ഐറ്റംസ് സ്വീകരിക്കുമ്പോൾ ഒരു പ്രത്യേക വിൻഡോ ഉണ്ടാവും. അതിലൂടെയാണ് ഐറ്റംസ് റിസീവ് ചെയ്ത് അവരെടുക്കുന്നത്. The items should be counted and received. എന്ത് ചെയ്യുന്നുണ്ട്? റിസീവ് ചെയ്യുമ്പോൾ ഐറ്റംസ് എത്ര എണ്ണം ഉണ്ട് അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൊണ്ടുവരുന്ന ഐറ്റംസ് എത്ര എണ്ണം ഉണ്ട് കൗണ്ട് ചെയ്യുന്നുണ്ട്. Subsequently, the instruments are examined and unsharpened. Instruments are stored out or disposed of. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഓരോ ഐറ്റംസും കൗണ്ട് ചെയ്യുമ്പോൾ ഐറ്റംസ് ചിലപ്പോ ഈ കത്രികയുടെ അറ്റൊക്കെ വളർന്നിരിക്കുന്നതോ അല്ലെങ്കിൽ അറ്റം പൊട്ടിപ്പോയതോ ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഐറ്റംസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അത് ഡിസ്പോസൽ ചെയ്ത് കളയും. കാരണം എന്താണ്? ഇനി ഉപയോഗിക്കാനായിട്ട് അത് പറ്റില്ല, അതുകൊണ്ട് അവർ ഡിസ്പോസൽ ചെയ്ത് കളയുന്നു. അതിനുശേഷം നല്ല രീതിയിലുള്ള ഐറ്റംസ് കൗണ്ട് ചെയ്ത് റിസീവ് ചെയ്യുന്നു. Necessary entries of accepted items are made in the record. ഇനി നല്ല ഐറ്റംസ് അവർ കൗണ്ട് ചെയ്ത് റിസീവ് ചെയ്യുന്നുണ്ട് അല്ലെ. ഐറ്റംസ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്? റെക്കോർഡ് ചെയ്യുന്നു.
Afterwards, the item are transferred to cleaning area. അവരെന്ത് ചെയ്യുന്നു? റെക്കോർഡ് ചെയ്തതിനു ശേഷം ഐറ്റംസ് ക്ലീനിങ് ഏരിയയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് റിസീവിംഗ് ഏരിയയിൽ നടക്കുന്നത്. ഒന്നുകൂടിയും പറയാം, നമ്മള് ഈ റിസീവിംഗ് ഏരിയയിൽ നടക്കുന്നത് എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മലിനമായിട്ടുള്ള ഐറ്റംസ് ക്ലീൻ ചെയ്യാൻ, സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് CFCയിലോട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇനി അവിടെ എന്താണ് നടക്കുന്നത്? ഐറ്റത്തില് ചിലപ്പോ എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഉപയോഗിച്ച ഐറ്റത്തില് ബ്ലഡുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ആ ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് തന്നെ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുന്നു. അതിനുശേഷമാണ് CSP ഡിപ്പാർട്ട്മെന്റിലോട്ട് റിസീവ് ചെയ്യുന്നത് ഐറ്റംസ്. ഇനി ഐറ്റംസ് റിസീവ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രത്യേക വിൻഡോയിലൂടെയാണ് അവര് ഐറ്റംസ് റിസീവ് ചെയ്യുന്നത്. റിസീവ് ചെയ്തെടുക്കുമ്പോൾ കൗണ്ട് ചെയ്യുന്നു. കൗണ്ട് ചെയ്തിട്ട് ഐറ്റം ഉപയോഗിക്കാൻ പറ്റാത്ത ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ, അറ്റം വളർന്നതോ ഒടിഞ്ഞു പോയതോ പൊട്ടിപ്പോയതോ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഡിസ്പോസൽ ചെയ്ത് കളയുന്നു. മറ്റുള്ള ഐറ്റംസ് അവർ കൗണ്ട് ചെയ്ത് എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് റെക്കോർഡ് ചെയ്യുന്നു. പിന്നീട് ആ ഐറ്റംസ് ക്ലീനിങ് ഏരിയയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. കിട്ടിയോ? ഒന്ന് വായിച്ചു നോക്കിയേ. റിസീവിംഗ് ഏരിയ അച്ചു നോക്കാട്ടോ. ക്ലിയർ ആയോ? റിസീവിംഗ് ഏരിയ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏരിയ നോക്കാം. ക്ലീനിങ് ഏരിയ. Here the instruments are cleaned either manually or by using machines. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൈകൊണ്ട് വാഷ് ചെയ്യാം. രണ്ട് രീതിയിലുള്ള ഐറ്റംസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സുകൾ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. മാനുവലി അല്ലെ, കൈകൾ ഉപയോഗിച്ച് വാഷ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്, മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് ഐറ്റംസ് വാഷ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നോക്കിയേ, the manual washing with the water supply, detergent and brush of many sizes and shape are needed in the area. ഇനി കൈകൊണ്ട് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ എന്തൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്? അതിനാവശ്യമായിട്ടുള്ള വാട്ടർ വേണം അല്ലെ, അതുപോലെ തന്നെ ഡിറ്റർജന്റുകൾ വേണം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ക്ലീൻ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള വലുതും ചെറുതുമായിട്ടുള്ള ഐറ്റംസ് ഉണ്ടാകും. അത് വാഷ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള സൈസ് കുറഞ്ഞതോ അല്ലെങ്കിൽ പല ഷേപ്പിലുള്ള ബ്രഷുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ബ്രഷുകൾ വേണം, ഡിറ്റർജന്റുകൾ വേണം, വാട്ടർ സപ്ലൈ ആവശ്യമാണ് കൈകൾ ഉപയോഗിച്ച് വാഷ് ചെയ്യുമ്പോൾ. ഇനി നെക്സ്റ്റ് നോക്കാം. അൾട്രാസോണിക് വാഷർ ഇസ് എ മിഷൻ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. Ultrasonic washer is a machine which is used for cleaning surgical tools. Surgical tools clean ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീൻ ഏതാണ്? അൾട്രാസോണിക് വാഷർ ആണ്. ഇനി അത് ഉപയോഗിച്ച് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കാം. It turns high frequency sound waves into mechanical vibration that make small bubbles that rest in an internal surfaces of the tools and remove the waste particles after the tools are washed.
they are dried in the oven dryer and transferred to packing area. അപ്പൊ എങ്ങനെയാണ് അൾട്രാസോണിക് വാഷർ ഉപയോഗിച്ച് ഐറ്റംസുകൾ ക്ലീൻ ചെയ്യുന്നത്? അത് എന്ത് ചെയ്യുന്നുണ്ട്? ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവുകൾ പുറപ്പെടുവിക്കുന്നു ആ മെഷീൻ. അങ്ങനെ ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവുകൾ പുറപ്പെടുവിക്കുമ്പോ അതിൽ നിന്ന് എന്താണ് ഒരു മെക്കാനിക്കൽ വൈബ്രേഷൻ ഉണ്ടാകുന്നു. നമുക്കറിയാം വൈബ്രേറ്റ് ആകുമ്പോ എന്താണ് കുമിളകള് അവിടെ അതിനകത്ത് നിന്ന് കുമിളകള് വരും. ആ കുമിളകള് ഓരോ അറ്റത്തിന്റെയും മുക്കും മൂലയിലും പോയി തട്ടി വേസ്റ്റ് പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ അങ്ങനെയാണ് അൾട്രാസോണിക് വാഷറിൽ നിന്ന് അങ്ങനെ ആ മെഷീൻ ഉപയോഗിച്ച് ഐറ്റംസുകൾ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സുകൾ പുറപ്പെടുവിച്ച് അതൊരു മെക്കാനിക്കൽ വൈബ്രേഷൻ ഉണ്ടാകുന്നു. ആ വൈബ്രേഷൻ ഉണ്ടാകുമ്പോ എന്താണ് കുമിളകള് അല്ലെ, ബബിൾസ്, സ്മോൾ ബബിൾസ് ഉണ്ടാക്കുന്നുണ്ട്. ആ ബബിൾസ് ഓരോ ഐറ്റത്തിന്റെയും മുക്കും മൂലയിലും പോയി തട്ടി വേസ്റ്റ് പാർട്ടിക്കിൾസ് പുറന്തള്ളാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയോ? അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലീൻ ചെയ്ത് അത് വാഷ് ചെയ്ത് ഡ്രയറിലിട്ട് ഉണക്കി അതിനുശേഷം ഐറ്റംസ് ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, പാക്കിംഗ് ഏരിയയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ക്ലീനിങ് ഏരിയ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. മെഷീൻ ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നുണ്ട്, അതുപോലെ മാനുവലി വാഷ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ക്ലീനിങ് ഏരിയ. നെക്സ്റ്റ് നോക്കാം, പാക്കിംഗ് ഏരിയ. Cleaned and dried instruments are packed before sterilization so that they are not tainted while handling after they are sterilized. ഇവിടെ പറയുന്നത് എന്താണ്? ഈ ഐറ്റംസ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് മുൻപ് പാക്ക് ചെയ്ത് വെക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്? ഐറ്റംസ് പാക്ക് ചെയ്ത് വെക്കണമെന്ന്. സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന് മുൻപ് ഐറ്റംസ് പാക്ക് ചെയ്ത് വെക്കണം എന്ന് പറയാനുള്ള റീസൺ എന്തായിരിക്കാം? എന്തായിരിക്കാം റീസൺസ്? മിക്സ് ആയി പോകാതിരിക്കാനോ? ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും കമന്റ് ഉണ്ടോ? നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ, നമ്മൾ പറഞ്ഞില്ലേ ഓരോരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൊണ്ടുവരുന്ന ഐറ്റംസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പോ മിക്സിങ്ങിന്റെ പ്രശ്നം വരില്ല. പിന്നെ വേറെ എന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? ഹാൻഡിൽ ചെയ്യാൻ സിമ്പിൾ ആയിരിക്കും. പിന്നെ വീണ്ടും പൊട്ടിയാകാതിരിക്കാൻ. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. നമ്മള് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതാണ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പോ അതിനു മുൻപ് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ്, ഐറ്റംസ് നമ്മൾ കൈകൊണ്ടെടുത്ത് അല്ലെങ്കിൽ നമ്മുടെ കൈകളിലെ അണുക്കള് അതിനകത്താകാനായിട്ട് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എന്താണ്, പൊടികളാവാം, അല്ലെങ്കിൽ അണുക്കള് അല്ലെ, അത് എന്താണ് കണ്ടാമിനേറ്റഡ് ആവാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന് മുൻപ് ഐറ്റംസ് നമ്മൾ പാക്ക് ചെയ്യണം. അല്ലെങ്കിൽ എന്താണ്, ഐറ്റംസ് നമ്മൾ കൈ കൊണ്ടൊക്കെ തൊടുമ്പോ നമ്മളുടെ കയ്യിലുള്ള അഴുക്കുകള് അല്ലെങ്കിൽ അണുക്കള് ആ ഇൻസ്ട്രുമെന്റ്സിലേക്ക് ആകാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ,
Most of the items are packed in trays which are covered with a double layer of cotton cloth. Paper envelopes are also available. Effective but costly plastic bags are used for ETO sterilization. After packing and sealing instruments are transferred for sterilization. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് 2 മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് അല്ലെ. ഏതൊക്കെയായിരുന്നു മെത്തേഡുകൾ ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയാ നമ്മൾ പറഞ്ഞത്? സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ 2 മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും പോയിന്റ് ഓർക്കുന്നുണ്ടോ? വെരി ഗുഡ്. സ്റ്റീം സ്റ്റെറിലൈസേഷൻ പറഞ്ഞിരുന്നു. പിന്നെന്താ? വേറെ ഒരെണ്ണം കൂടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഗ്യാസ് സ്റ്റെറിലൈസേഷൻ അല്ലെ. ഓക്കെ, ഓർക്കുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പോ നമ്മളിവിടെ പറയുന്നത് 2 രീതിയിലുള്ള സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റീം സ്റ്റെറിലൈസേഷൻ, ഗ്യാസ് സ്റ്റെറിലൈസേഷൻ. അപ്പോ സ്റ്റീം സ്റ്റെറിലൈസേഷൻ, ആവിയിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന പ്രോസസ്സാണ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ. അങ്ങനെ ചെയ്യുമ്പോൾ ഐറ്റംസ് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത്? കോട്ടൺ ക്ലോത്തും അതുപോലെ പേപ്പർ എൻവലപ്സ് ഉപയോഗിച്ച് ഡബിൾ ലെയറിൽ കവർ ചെയ്ത് വെക്കുന്നു. മനസ്സിലായോ? അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കോട്ടൺ ക്ലോത്തും പേപ്പർ എൻവലപ്സും ഉപയോഗിച്ച് ഡബിൾ ലെയറിൽ കവർ ചെയ്തിട്ടാണ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റീം സ്റ്റെറിലൈസേഷൻ മനസ്സിലായോ? അതുപോലെ തന്നെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, effective but costly paper bags are used for ETO sterilization. ETO sterilization എന്ന് പറഞ്ഞാല് നമ്മൾ അടുത്ത പോർഷനിൽ പഠിക്കും കേട്ടോ. ETO sterilization എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രം ഓർത്ത് വെക്കാം, ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ്. ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആകുമ്പോൾ എന്താണ്? അത് വളരെ ഇഫക്റ്റീവ് ആണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ബട്ട് എന്താണ്? കോസ്റ്റ്ലി ആണ്, വളരെ കോസ്റ്റ്ലി ആണ് ഈ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അതെങ്ങനെയാണ്? ഐറ്റംസുകള് പേപ്പർ, പ്ലാസ്റ്റിക് ബാഗുകളില് ഐറ്റംസ് ഇട്ട് കവർ ചെയ്തുകൊണ്ടാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ETO സ്റ്റെറിലൈസേഷൻ ഉണ്ട്, സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഉണ്ട്. ETO സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇഫക്റ്റീവ് ആണ്, ബട്ട് കോസ്റ്റ്ലി ആണ്. ഐറ്റംസുകൾ എങ്ങനെയാണ്? പേപ്പർ പ്ലാസ്റ്റിക് ബാഗുകളിൽ ഇട്ടിട്ടാണ് കവർ ചെയ്തിട്ടാണ് ETO സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്, ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഇനി സ്റ്റീം സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ പേപ്പർ എൻവലപ്സും കോട്ടൺ ക്ലോത്ത്സും ഉപയോഗിച്ച് ഡബിൾ ലെയറിൽ കവർ ചെയ്തുകൊണ്ടാണ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഓക്കെ ആണോ? പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? ആഫ്റ്റർ പാക്കിംഗ് ആൻഡ് സ്റ്റീലിംഗ് ഇൻസ്ട്രുമെന്റ്സ് ട്രാൻസ്ഫർ ടു സ്റ്റെറിലൈസേഷൻ. നമ്മൾ പറഞ്ഞില്ലേ, പാക്ക് ചെയ്തതിനു ശേഷമാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഐറ്റംസ് ചെയ്യുന്നത്, ഐറ്റംസ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റെറിലൈസേഷന് മുൻപ് ഐറ്റംസ് പാക്ക് ചെയ്ത് വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കയ്യിലുള്ള അണുക്കൾ അല്ലെങ്കിൽ എന്താണ് ബാക്ടീരിയാസ്, പലതരത്തിലുള്ള അണുക്കൾ ഉണ്ടാവും അല്ലെ, അത് ആ അറ്റത്തിലോട്ട് കടക്കാതിരിക്കാൻ അല്ലെങ്കിൽ പകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റെറിലൈസേഷന് മുൻപ് ഐറ്റംസ് പാക്ക് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അയച്ചു നോക്കാം കേട്ടോ. ക്ലിയർ ആണോ? ഇത്ര വരെ എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് പോർഷൻ പറഞ്ഞാല് നമുക്ക് പറയാനുണ്ട് കുറച്ച്. അപ്പോ ഇത്ര വരെ എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ, നാളെ എടുക്കാം. പാക്കിംഗ് ഏരിയ വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം.
നമ്മൾ എടുത്തത് പാക്കിംഗ് ഏരിയ പറഞ്ഞു, ക്ലീനിങ് ഏരിയ, റിസീവിംഗ് ഏരിയ. ഇതിന്റെ ഫ്ലോ ചാർട്ട് നോക്കാം. അതുപോലെ തന്നെ പറഞ്ഞത് ഓർഗാനോഗ്രാം ആരൊക്കെയാണെന്നുള്ളത്, ഫസ്റ്റ് പൊസിഷനിൽ ആര് വരും, അല്ലെ ഏറ്റവും ലാസ്റ്റ് പൊസിഷനിൽ ആരാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കാം. പിന്നീട് പറഞ്ഞത് എന്താണ്, വർക്ക് ഫ്ലോ ഇമ്പോർട്ടന്റ് ആണ്. റിസീപ്റ്റ്, റിൻസിങ്, ക്ലീനിങ്, ഡ്രൈയിങ്, ചെക്കിംഗ് ആൻഡ് ട്രേ അസംബ്ലിംഗ്, സ്റ്റെറിലൈസേഷൻ, ലേബലിംഗ്, സ്റ്റോറേജ്, ലാസ്റ്റ് വൺ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അതുപോലെ തന്നെ പ്ലാനിങ് ഓഫ് CSD. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് ഡിസൈനിങ് ഓഫ് എ CSD. അത് എന്താണ്, ഈ CSDയുടെ ലേ ഔട്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, യൂണി ഡയറക്ഷണൽ ഫ്ലോയിലാണ്. അതുപോലെ തന്നെ ജനറൽ കൺസെപ്റ്റ് ഒന്നും ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഏതൊക്കെ സോണുകളാണുള്ളത്, സോയിൽഡ് സോൺ ഉണ്ട്, ക്ലീൻ സോൺ ഉണ്ട്, സ്റ്റെറൈൽ സോൺ ഉണ്ട്. ഓരോ സോണിന്റെയും നടക്ക് എന്താണ്, ബരിയർ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതിനു വേണ്ടിയിട്ടാണ് ബരിയർ കൊടുത്തിരിക്കുന്നത്, രണ്ട് സോണുകൾ കൂടി മിക്സ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, രണ്ട് സോണിലെ ഐറ്റംസ് മിക്സ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ബരിയർ വെച്ചിരിക്കുന്നത്. ഓക്കെ, സോയിൽഡ് സോണിൽ വരുന്നത് മലിനമായിട്ടുള്ള ഐറ്റംസ് ആണ്. പിന്നീട് ഐറ്റംസ് ക്ലീൻ സോണിലോട്ട് പോകുന്നു, പിന്നീട് ഐറ്റംസ് സ്റ്റെറൈൽ സോണിലോട്ട് പോകുന്നു. അവിടെ വെച്ച് ഓരോരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കൊടുക്കുന്നു. അതാണ് അവിടെ നടക്കുന്ന പ്രോസസ്. ഓക്കെ ആണോ? ഇത്രയും വരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും വരെ പറഞ്ഞതിൽ ക്ലിയർ ആണ്? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഇത്ര വരെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഓരോരോ ചാപ്റ്റേഴ്സും അന്നു എടുക്കുന്ന ഭാഗങ്ങള് അങ്ങനെ തന്നെ വായിച്ചു പഠിച്ചിട്ട് പോവാട്ടോ. ഓക്കെ, താങ്ക് യു.